ഹലോ ഗൈസ്, എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫീച്ചറിസ്റ്റിക് ഫോൺസാണ്. അതായത് നമ്മൾ കാണുന്ന എല്ലാ സ്മാർട്ട് ഫോൺസും നോർമൽ സ്മാർട്ട് ഫോൺസ് ആയിരിക്കും. കുറച്ച് പോപ്പ് ക്യാമറ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫോൺസ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അവർ അതിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫീച്ചറിസ്റ്റിക് ഫോൺ കോമൺ ആയിട്ട് കാണുന്ന ഫോൺസ് അല്ല. സോ അങ്ങനത്തെ ഫോൺസുകൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഏകദേശം ഒരു 10 ഫോൺസാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ ഇതിലെ കൂടുതലായിട്ടുള്ള എൽ ജി കമ്പനി നിർത്തിയെങ്കിലും അവരുടെ ഫോൺസ് ഇപ്പോഴും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് എടുക്കുക. അത്യാവശ്യം നല്ല ഫോൺസ് തന്നെയാണ്. എൽ ജിയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി Z Fold 2 എന്ന ഫോണാണ്. പിന്നീട് വരുന്നത് Z Flip, അതുപോലെ ഫോൾഡാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ അങ്ങനെ റോ ആയിട്ടാണ് ഇറങ്ങിയത്. ഫോൾഡ് ഒരു അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ലൊരു ഫോൺസ് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് മോട്ടോറോള Razr 5G, പിന്നെ ഷവോമിയുടെ മിക്സ് ഫോൾഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തൊരു ലിസ്റ്റിലുള്ളതാണ് മൈക്രോസോഫ്റ്റ് ഡിയോ. പിന്നെ വരുന്നത് എൽ ജിൻ്റെ കുറച്ച് സീരീസാണ്, അതായത് എൽ ജി വിങ്. അതുപോലെ തന്നെ എൽ ജി വിങ് ഫോൾഡബിൾ അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം വിയർഡായിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ എൽ ജി G8X തിങ്ക് എന്ന മോഡലും അതുപോലെ എൽ ജി വെൽവെറ്റ് എന്ന മോഡലുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ A സീരീസ് വരുന്ന 80 എന്ന മോഡലും അതുപോലെ തന്നെ നമ്മുടെ ASUSൻ്റെ Zenfone 6ഉം. ഈ ലാസ്റ്റ് പറഞ്ഞ A80 എന്ന മോഡലും ASUS Zenfone 6ഉം ശരിക്കും ക്യാമറയുടെ ഒരു ബേസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേസിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ Z Fold 2 5G ആൻഡ് 4G രണ്ട് മോഡൽസ് ഉണ്ട്. നമ്മൾ 4G ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 12 GB RAM വിത്ത് 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ്, 7.6 ഇഞ്ച് ഡിസ്പ്ലേ. പിന്നെ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറകളാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 4500 mAh ബാറ്ററി വിത്ത് സ്നാപ്ഡ്രാഗൺസ് 865 5G പ്രൊസസ്സർ ആൻഡ് 4G പ്രൊസസ്സർ. അതിൽ 135Kയും ആമസോണിൽ 150Kയുമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ തന്നെ Z Flip എന്ന മോഡലാണ്. ഇത് 8 GB RAM വിത്ത് 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 3300 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് 5G പ്രൊസസ്സർ, 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറാസ് എന്നാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ആമസോണിൽ റേറ്റ് 85,000ഉം അതുപോലെ ഫ്ലിപ്കാർട്ടിലെ റേറ്റ് 66,000. സോ നമ്മുടെ അടുത്ത ഫോണാണ് സാംസങ് ഫോൾഡ് എന്ന ഫോണാണിത്. ഇതിൻ്റെ റേറ്റ് എന്ന് വരുന്നത് ഏകദേശം 1,20,000 രൂപയാണ് ആമസോണിലുള്ളത്. ആമസോണിൽ മാത്രമേ ഈ ഫോൺ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. ഫ്ലിപ്കാർട്ടിൽ ഈ ഫോൺ അവൈലബിൾ അല്ല. പിന്നെ 12 GB RAM, 512 GB സ്റ്റോറേജ്, 7.3 ഇഞ്ച് ഡിസ്പ്ലേ, 4235 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 855 എന്നാണ് ഈ ഫോൺ. ഇനി നമ്മുടെ അടുത്ത ഫോണാണ് മോട്ടോറോള Razr 5G എന്നത്. ഇത് വേറൊരു കാര്യം, ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണുള്ളത്, ആമസോണിലില്ല. 6 GB RAM, 128 GB ആണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. 6.2 ഇഞ്ച് ഡിസ്പ്ലേ വിത്ത് 16 മെഗാ പിക്സലിൻ്റെ ഒരൊറ്റ സിംഗിൾ ക്യാമറ, 2510 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 710 എന്ന പ്രോസസ്സർ. ഫ്ലിപ്കാർട്ടിൽ ഇതിന് 75,000 റുപ്പീസാണ് റേറ്റ് വരുന്നത്. സോ നമ്മുടെ അടുത്ത ഫോണാണ് ഷവോമിയുടെ മിക്സ് ഫോൾഡ് എന്ന ഫോൺ. ഇത് രണ്ടിലുമില്ല, അതായത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇല്ലാത്ത ഫോണാണ്. നമ്മൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്, പക്ഷേ പല സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു. 8.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 108 MB ക്യാമറ, 12 GB RAM വിത്ത് 256 GB ഇൻറ്റേർണൽ ആൻഡ് 520 mAh ബാറ്ററി വിത്ത് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ എന്നാണ് അത് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ഫോണാണ് മൈക്രോസോഫ്റ്റിൻ്റെ സർഫേസ് ഡിയോ എന്നത്. ഇത് ആമസോണിൽ മാത്രമാണ്. ആമസോണിൽ ഇതിൻ്റെ റേറ്റ് ഏകദേശം 1,50,000 രൂപയാണ്. 8.1 ഇഞ്ച് ഡിസ്പ്ലേ വിത്ത് 6 GB RAM, 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ്, 3500 mAh ബാറ്ററി വിത്ത് സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് 5G പ്രൊസസ്സർ എന്നാണ് ഇത് വരുന്നത്. സോ നമ്മുടെ അടുത്ത ഫോണാണ് ദ ഫ്യൂച്ചറിസ്റ്റിക് ഫോൺ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. അതായത് ഇപ്പോൾ എൽ ജി നിർത്തി വെച്ചതോടെ അതിൻ്റെ പ്രൈസ് 80,000 രൂപയിൽ നിന്നും 30,000 രൂപയ്ക്ക് കുറഞ്ഞാണ്. സോ ഞാൻ പറയുന്നത് എൽ ജി വിങ് എന്ന ഫോണിനെ പറ്റിയാണ്. ഇത് സ്യുവൽ ഡിസൈനിൽ ഉണ്ടാക്കിയ ഫോണാണ്. 6.8 ഇഞ്ച് OLED ഡിസ്പ്ലേ വിത്ത് 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 8 GB RAM, 128 GB ROM, 4000 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 765 എന്ന 5G പ്രൊസസ്സർ. ഫ്ലിപ്കാർട്ടിൽ 30,000 പ്ലസ് ആമസോണിൽ 35,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
സോ നമ്മുടെ അടുത്ത ഫോണാണ് എൽ ജിയുടെ G8X തിങ്ക് എന്ന മോഡൽ. ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 24,000 റുപ്പീസ്. ഇപ്പോൾ എന്തോ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത്. 6GB RAM, 128GB സ്റ്റോറേജ്, 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, അത് 2 ഡിസ്പ്ലേ ഉണ്ടാകും. സ്നാപ്ഡ്രാഗൺ 855 5G പ്രൊസസ്സർ, 4000 mAh ബാറ്ററി. സോ നമ്മുടെ അടുത്തതാണ് LG വെൽവെറ്റ് എന്ന മോഡൽ. ഈ ഫോണിന് പറയുകയാണെങ്കിൽ 6GB RAM, 128GB ROM, അതുപോലെ 55,000 ആണ് ഇതിൻ്റെ ഡ്യുവൽ ഡിസ്പ്ലേന് ഫ്ലിപ്കാർട്ടിലുള്ളത്. ആമസോണിൽ സിംഗിൾ ഡിസ്പ്ലേ 30,000 ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 845 5G പ്രൊസസ്സർ, 4300 mAh ബാറ്ററി ആൻഡ് 48 മെഗാ ക്യാമറ. സോ നമ്മുടെ അടുത്ത ഫോണാണ് സാംസങ്ങിൻ്റെ A80. ഞാൻ ഈ ഒരു 2 ഫോൺ ഇപ്പോൾ 11th ഫോണാണിത്. ഈ 2 ഫോണ് ഞാൻ പറഞ്ഞു ക്യാമറയുടെ ബേസിസിലാണ്, അതായത് ഇതിൻ്റെ ക്യാമറയുടെ റൊട്ടേഷനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 8GB RAM, 128GB ROM, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 48 മെഗാ ക്യാമറ, സ്നാപ്ഡ്രാഗൺ 730 5G പ്രൊസസ്സർ, 730G 5G അല്ല, 3700 mAh ബാറ്ററി. ആമസോണിൽ ഇതിന് 42 ആണ്, ഫ്ലിപ്കാർട്ടിൽ 52 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് വരുന്നത്, 52,000 റുപ്പീസ്. സോ നമ്മുടെ അടുത്തതാണ് ആസ്യൂസിൻ്റെ. ഈ മോഡൽ ഞാൻ പ്രിഫർ ചെയ്യില്ല, കാരണം ഇത് കുറച്ച് മുന്നത്തെ മോഡലാണ്. ഇതിൻ്റെ പുതിയ മോഡൽസ്, അതായത് ആസ്യൂസ് സെൻഫോൺ 7, 8 ഒക്കെ വന്നു തുടങ്ങി. ഇത് 6GB RAM, 128GB ROM, 39,000 ആണ് ഇതിൻ്റെ ഫ്ലിപ്കാർട്ട് റേറ്റ്. സ്നാപ്ഡ്രാഗൺ 855 5000 mAh ബാറ്ററി വിത്ത് 48 മെഗാ ക്യാമറ, 6.39 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പുതിയ മോഡൽസ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഗൈസ്, അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കൂടെ അടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് വരും, അതുകൊണ്ട് ഞാൻ അടിച്ചേക്കുക. കാരണം നമ്മളിനി അടുത്ത ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, അതിനായിട്ട് ഒന്ന് അടിച്ചേക്കുക. അതിൽ ഓൾ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും അത് മാറിപ്പോകാറുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തത്. സോ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഫ്ലിപ്കാർട്ടിലുള്ളതും ആമസോണിലുള്ളതും നമ്മൾ അതിൽ ജസ്റ്റ് നോട്ട് ചെയ്താൽ, ഈ ബ്രാക്കറ്റ് നോട്ട് ചെയ്താൽ ഉള്ളത് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇഷ്ടപ്പെട്ട ഫോണുകളൊക്കെ വാങ്ങുക. അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ യൂസ് ചെയ്യാൻ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത ഫോൺസാണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പോൾ നമുക്ക് ഏത് ഫോണാണെങ്കിലും ചിലപ്പോൾ ലെങ്ത്ത് കൂടും. അങ്ങനത്തെ 6.5 ഇഞ്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഫോൺസാകും, പോക്കറ്റിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബെസ്റ്റ് ഫോൺസാണ്. എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഫോൺസാണ് ഈ പറഞ്ഞതൊക്കെ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.